ലാവയുടെ ലാവ ബ്ലേസ് ഡ്രാഗൺ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ലാവയുടെ ഭാഗത്ത് നിന്ന് ഒരു 5G ഫോൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു വരേണ്ട വേറെയും ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് ഡ്രാഗൺ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. പൊതുവേ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലും നമുക്ക് ഈ ഒരു UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കിട്ടാറില്ല. ഈവൻ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ചില ഫോണുകളിൽ മാത്രമാണ് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഉള്ളത്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ വരുന്നത്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 4GB റാമും 128GB ഇന്റേണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ് എന്ന് പറയാവുന്നതാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. രണ്ടാമത് ഒരു AI സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി സെറ്റപ്പ് ആവറേജ് എന്ന് പറയാം, അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഗോൾഡൻ മിസ്റ്റ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് മിസ്റ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ Moto G35 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കോയുടെ പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോണൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ച് ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചോൾ ഡിസൈൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോണുകളിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ പഞ്ചോൾ ഡിസൈനും കൂടി കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. ഇനി രണ്ടും ഒരുമിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുൾ HD റെസൊല്യൂഷനോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈനോ ഏതെങ്കിലും ഒന്ന് എക്സ്ട്രാ കൊടുക്കായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. ഓഗസ്റ്റ് 1 മുതലാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. Amazon വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനായിരിക്കും ഇത്. പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല എന്നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ആ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഫോണുകൾ എടുക്കുക. അല്ല പ്രോസസ്സർ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡറും ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ക്യാമറ സ്പെസിഫിക്കേഷനും ബാറ്ററി സെറ്റപ്പൊക്കെ. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.